നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് പോയിട്ട് മയക്കുമരുന്നിന് അടിമയാകും, മയക്കുമരുന്ന് കച്ചവടക്കാരാകുകയും ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലീസ് പോയി പിടിച്ചുകൊണ്ട് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയൊക്കെ കൊണ്ടിരുന്നില്ലേ? നമ്മുടെ കുട്ടികളൊക്കെ കേരളം വിട്ടിട്ട് വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ തൊഴിലിനും പഠനത്തിനും ഒക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്ന കുട്ടികളിൽ നിന്നുണ്ടാകുന്ന അനുഭവം, അവർക്കുണ്ടാകുന്ന അനുഭവം ഒക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞു വരുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. അന്യ സംസ്ഥാനത്ത് പഠിക്കാനോ ജോലിക്കോ പോകരുത്, അല്ലെ രാജ്യം വിട്ട് പോകരുതെന്നല്ല. പക്ഷേ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ നമ്മുടെ അതിർത്തി വിടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട 2-3 സംഗതികളുണ്ട്. ജന്മം കൊടുത്ത മാതാപിതാക്കൾ, വിശ്വസിക്കുന്ന ദൈവങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പം നമ്മുടെ അതിർത്തി വിടുമ്പോഴേ മാതാപിതാക്കളെ ഹൃദയത്തിൽ നിന്ന് ഈ കുട്ടികൾ ഒഴിവാക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതൊരാൾക്കും നമ്മുടെ വായിൽ നിന്നൊരു അസഭ്യം വാക്ക് വരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അച്ഛനെയോ അമ്മയോ വാപ്പയോ ഉമ്മയോ നമുക്കൊന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നൊരു ഒരു അസഭ്യ വാക്ക് വെളിയിൽ വരില്ല. നമുക്ക് മറ്റൊരാളുടെ നേരെ കൈപൊക്കണം എന്ന്, അറ്റാക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച് കൈവെക്കുമ്പോഴൊന്ന് ഈ മാതാപിതാക്കളെ മനസ്സിൽ കണ്ടു നോക്കിക്കേ. അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരിക്കലും നമുക്ക് അന്യർക്ക് നേരെ കൈപൊക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നമുക്ക് കേരളത്തിൻ്റേതായൊരു സംസ്കാരമുണ്ട്, ഭാരതത്തിൻ്റേതായ സംസ്കാരമുണ്ട്. നമ്മൾ ഭാരതീയരാണ്, കേരളീയരാണ്. അപ്പം നമ്മൾ ദേശം വിട്ടും സ്വദേശം വിട്ടും ഒക്കെ വെളിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മുടെ നാടിനെ, ജനിച്ച ദേശത്തെ പറയിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണം. അതിനിപ്പോൾ വേറെ ഒന്നും നമുക്ക് കരുതാനില്ല. അച്ഛനമ്മമാരെ, ജന്മം തന്നവരെ ദൈവസമാനമായി കാണുക, അവരെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇപ്പോൾ എത്രയോ കുട്ടികൾ, ഇനി ആരെന്ത് എതിർത്താലും സത്യമായതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് പോയിട്ട് മയക്കുമരുന്നിന് അടിമയാകും, മയക്കുമരുന്ന് കച്ചവടക്കാരാകുകയും ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലീസ് പോയി പിടിച്ചുകൊണ്ട് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെയൊക്കെ കൊണ്ടിരുന്നില്ലേ? അത് സത്യമായൊരു കാര്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് വേറൊന്നുമല്ല, വളർന്നു വരുമ്പോൾ തൊട്ട് ഈ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മൂല്യം എന്തെന്ന് ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഈ അന്യദേശത്തൊക്കെ പോയിട്ട് വേണ്ടാധീനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരം നശിപ്പിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സ്ഥലത്തും രാജ്യത്തും പൊയ്ക്കോട്ടെ, പക്ഷെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാടിനെയും തറവാടിനെയും പറയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവാതിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം, കേരളീയ സംസ്കാരം നിലനിർത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനമെന്നാണ് സൂചിപ്പിച്ചത്.